2024 ഇറങ്ങിയേക്കുന്ന ജുപ്പിറ്ററിൻ്റെ തന്നെ ക്ലാസിക് എന്ന് പറഞ്ഞ മോഡലും അതുപോലെ തന്നെ ജുപ്പിറ്റർ ZXലുള്ള സ്മാർട്ട് കണക്റ്റ് വേരിയൻ്റ് തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. പുതിയ മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സിൽവർ കളറിൽ കാണുന്നത് ജുപ്പിറ്ററിൻ്റെ ക്ലാസിക് മോഡലാണ്. ഇതിന് ലൈറ്റ്സ് വരുന്നതെല്ലാം HID ഹെഡ്ലൈറ്റ്സ് ആണ് ഈ മോഡലിന് വരുന്നത്. അതായത് വൈറ്റ് കളർ ലൈറ്റ് ആയിരിക്കും. പിന്നെ ഇതൊരു ആനിവേഴ്സറി എഡിഷനാണ്. 5 മില്യൺ വണ്ടി, 5 മില്യൺ TVS ജുപ്പിറ്റർ റോഡിൽ ഇറങ്ങിയതിൻ്റെ ആനിവേഴ്സറി എഡിഷനാണ്. പിന്നെ ജുപ്പിറ്റർ ക്ലാസിക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഗ്രേ കളറിലുള്ളൊരു ബോഡി ഗ്രാഫിക്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. മഡ്ഗാർഡിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ആ ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇത് കാണുന്നത് ജുപ്പിറ്ററിൻ്റെ തന്നെ സ്മാർട്ട് കണക്റ്റിലെ പുതിയ കളറാണ്. അപ്പോൾ ഇതിലും സെയിം തന്നെ HID ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് വരിക. വ്യത്യാസം എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് TVSൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ കാണുന്നുണ്ട് സ്മാർട്ട് കണക്റ്റ് എന്ന് പറഞ്ഞുള്ളൊരു ബാഡ്ജിങ്, ഒരു സ്റ്റിക്കർ ഗ്രാഫിക്സ് വരുന്നുണ്ട് ഈ മോഡലിന്. ഇതാണ് അതിൻ്റെ ലൈറ്റിൻ്റെ പ്രകാശം. കണ്ടത് വെള്ളക്കട ലൈറ്റാണ്. 2 ബൾബാണ് വരുന്നത്. നമുക്ക് നേരിട്ടൊക്കെ കാണാൻ പറ്റില്ല, ലൈറ്റ് ഓഫ് ചെയ്ത് ഉള്ളിൽ കൂടെ നോക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള അട്രാക്ഷൻ വരുന്നത്. ബാക്കി പറയുകയാണെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് സെയിമാണ്. 2 മോഡലിനായപ്പോൾ ഇതുപോലെ ക്രോം ഫിനിഷിംഗ് ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് 2 മോഡലിനും സെയിം ടു സെയിം ആണ് തരുന്നത്. പിന്നെ ഈ കാണുന്നതാണ് സ്മാർട്ട് കണക്റ്റ് എന്നുള്ളതിൻ്റെ ബാഡ്ജിങ്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഹാലജൻ ബൾബ്സ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ 2 മോഡലും സെയിം തന്നെയാണ്. പിന്നെ വ്യത്യാസമുള്ള കാര്യങ്ങൾ എന്തായാലും എടുത്തെടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പൈസ കൂടുതൽ കൊടുക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുക എന്ന് മനസ്സിലാവുന്നു. സെയിം ടു സെയിം മഡ് ഗാർഡാണ് 2 മോഡലും വരുന്നത്. ആ ബമ്പർ പ്രൊട്ടക്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ക്ലാസിക് മോഡലാണെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അലോയ് വീൽസ് ചേഞ്ച് ആവുന്നതാണ്. ഈ മോഡൽ വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ഡയമണ്ട് കട്ട് ഫിനിഷുള്ള നല്ല ഭംഗിയുള്ള ഡ്യുവൽ കളറിൽ ഡയമണ്ട് കട്ട് ഫിനിഷുള്ള അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ ടയേഴ്സ് എല്ലാം ട്യൂബ്ലെസ് ആണ് 2 മോഡലും വരുന്നത്. 12 ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട്. ടയർ TVS കമ്പനിയുടെ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് ആയിരുന്നു വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഈ ക്ലാസിക് മോഡൽ ഫുൾ ഓപ്ഷനിൽ ക്ലാസിക്കിൽ അലോയ് വീൽസിൻ്റെ കൂടെ ഡിസ്ക് ബ്രേക്സും വരുന്നുണ്ട്. വെന്റിലേറ്റർ ഡിസ്ക് ബ്രേക്സും വരും. സിംഗിൾ കാലിപ്പറുള്ള ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഈ വാഹനത്തിന്. പിന്നെ കോമ്പി ബ്രേക്ക് സപ്പോർട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ 2 ബ്രേക്കും കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ ഏത് ബ്രേക്ക് പിടിച്ചാലും ഈക്വലായിട്ട് അപ്പുറത്തെ ബ്രേക്കും കണക്ഷൻ വരും. ഇപ്പോൾ എന്താ പറയുക, ജുപ്പിറ്റർ സ്മാർട്ട് കണക്റ്റ് ആകുമ്പോൾ അലോയ് വീൽ വരുന്നുണ്ട്, പക്ഷേ നോർമൽ അലോയ് വീലായിരിക്കും വരിക. അത് ഡ്യുവൽ സ്പോക്ക് അലോയ് വീൽസ് വരും. TVSൻ്റെ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. 12 ഇഞ്ച് അലോയ് വീൽസ് തന്നെ വരും. 90-100 TVSൻ്റെ ടയർ തന്നെയാണ് 2 വണ്ടിക്കും വരുന്നത്. ഒരു മാറ്റമില്ല. ക്ലാസിക്കിനായാലും സ്മാർട്ട് കണക്റ്റിനായാലും എന്താ പറയുക, ഷോക്ക് അബ്സോർബർ 2ഉം സെയിം തന്നെയാണ്. ടെലസ്കോപ്പിക് ഷോക്കപ്പ് തന്നെയാണ് ഫ്രണ്ടിലും വരുന്നത്. പിന്നെ ക്ലാസിക് മോഡലാകുമ്പോൾ ഇൻറ്റീരിയറിന് കുറച്ച് മാറ്റമുണ്ട്. നല്ല കോഫി ബ്രൗൺ കളറിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആയിരിക്കും ക്ലാസിക്കിന് വരുന്നത്. മീറ്റേഴ്സ് വരുന്നത് ഫുൾ അനലോഗ് മീറ്റേഴ്സ് ആയിരിക്കും. അതായത് ഡിജിറ്റലിൻ്റെ പരിപാടിയെ ക്ലാസിക്കലില്ല. ഫുള്ളി അനലോഗ് മീറ്ററാണ് എല്ലാ വേരിയൻറ്റിലും വരുന്നത്. അത് നല്ല കോഫി ബ്രൗൺ കളറിൽ നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയറാണ് വരുന്നത്. പിന്നെ മൊബൈൽ ചാർജ് കണക്ടർ ഉണ്ടാവും. ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അത് പക്ഷേ 2 മോഡലും കോമൺ ആണ്. ഇതാണ് അതിൻ്റെ മൊബൈൽ ചാർജ് USB കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇത് 3 കിലോ വരെ വെയിറ്റ് താങ്ങുന്ന ഒരു ഹുക്ക് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കീ വരുന്നത്. കീ പറഞ്ഞു വെച്ചാൽ 2 മോഡലും സെയിം കീ തന്നെയാണ് വരുന്നത്. വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനി ജുപ്പിറ്റർ സ്മാർട്ട് കണക്റ്റ് ആകുമ്പോൾ വ്യത്യാസം വരാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കളറ് മാറുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ലിവർ ആയാലും അതുപോലെ തന്നെ ഹാൻഡിൽ ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം സെയിമാണ്. സ്വിച്ചസ് ഒക്കെ 2 മോഡൽ സെയിമാണ്. ഇൻറ്റീരിയറിൻ്റെ കളർ പറയുമ്പോൾ നല്ല ലൈറ്റ് ക്രീം കളറിലുള്ള ഒരു ഇൻറ്റീരിയർ ഫിനിഷിംഗ് ആണ് സ്മാർട്ട് കണക്റ്റിന് വരുന്നത്. പിന്നെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് കണക്റ്റ് ഡിജിറ്റൽ, ഫുള്ളി ഡിജിറ്റൽ മീറ്റർ വാഹനത്തിന് വരുന്നുണ്ട്. അതാണ് ആ സ്മാർട്ട് കണക്റ്റ് മോഡലിൽ മറ്റൊരു അട്രാക്ഷൻ. പിന്നെ വരിക USB ചാർജർ സെയിം ടു സെയിം ആണ്. ഗ്ലോ ബോക്സ് സ്റ്റോറേജ് 1 ലിറ്റർ ഗ്ലോ ബോക്സിൻ്റെ സ്റ്റോറേജ് ഉണ്ടായാലും നമുക്ക് വേണമെങ്കിൽ 1 ലിറ്റർ ബോട്ടിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ അതിൽ ഇട്ട് വെക്കാവുന്നതാണ്. സെയിം 3 കിലോ വെയിറ്റ് താങ്ങാവുന്ന ഹുക്ക് വരുന്നുണ്ട്. കീ 2 മോഡലും സെയിം ടു സെയിം ആണ്. പിന്നെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മീറ്ററാണ്. ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ്. ഇതിന് സ്മാർട്ട് കണക്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ മൊബൈൽ ആപ്പ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഫീച്ചേഴ്സ്, നാവിഗേഷൻ വരെ, GPS നാവിഗേഷൻ വരെ ഇതിൽ കാണിക്കും. പിന്നെ അത് കൂടാതെ നമ്മുടെ കോളിൻ്റെയും SMS-ൻ്റെയും നോട്ടിഫിക്കേഷൻ വരും. കോൾ വരുമ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷൻ വരും. എടുത്ത് സംസാരിക്കാൻ പറ്റില്ല, എന്നാലും കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കാണിക്കും. പിന്നെ 2 മോഡുണ്ട്. സ്ട്രീറ്റ് മോഡും സ്പോർട്സ് മോഡും കാണിക്കും. പിന്നെ കൂടാതെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, പിന്നെ ലാപ്പ് ടൈം, സമയം, എൻജിൻ്റെ ചൂട്, എൻജിൻ ടെമ്പറേച്ചർ, അതുപോലെ ഫ്യൂവൽ ഗേജ് എല്ലാം ഡിജിറ്റലായിട്ടായിരിക്കും വാഹനത്തിൽ കാണിച്ചു തരുന്നത്. ഈ ഒരു കാര്യം, ഈ ഡിജിറ്റൽ മീറ്ററാണ് ഈ സ്മാർട്ട് കണക്റ്റ് മോഡലിൻ്റെ മെയിൻ അട്രാക്ഷൻ.
അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സാധാരണ ജൂപ്പിറ്ററിൻ്റെ മറ്റ് വേരിയൻസിനായിട്ട് സെയിം ആണ്. ഇതിൽ തന്നെ 2 മോഡൽ വരുന്നുണ്ട് സ്മാർട്ട് കണക്റ്റിന്. 2 മോഡലിലെയും ബോഡി ഓൾമോസ്റ്റ് സെയിം ആണ്, സൈസ് കാര്യം ഡയമെൻഷനൊക്കെ സെയിം ആണ്. അപ്പോൾ പ്ലാറ്റ്ഫോം സൈസ് ആയാലും സീറ്റിൻ്റെ വലിപ്പമായാലും 2 മോഡലും സെയിം ടു സെയിം ആണ്. പക്ഷേ ഡിസൈൻ മാറ്റമുണ്ട്. സീറ്റ് ക്ലാസിക് മോഡൽ വരുമ്പോൾ ഡാർക്ക് കോഫി ബ്രൗൺ കളറിലുള്ള സീറ്റായിരിക്കും. സ്പെഷ്യൽ അപ്പോൾസറിയാണ്, ക്ലാസിക്കിൻ്റെ ബാഡ്ജിങ് ആണ്. അത് കൂടാതെ ബാക്ക് ഗ്രാബ് റെയിലിന് ഒരു ബാക്കിലിരിക്കുന്ന ആൾക്ക് നടുവിൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു കുഷനിങ് കൂടെ അഡീഷണൽ ആയിട്ട് വരും. പിന്നെ സൈഡ് കവറിൽ ഇതുപോലെ ജൂപ്പിറ്ററിൻ്റെ ബാഡ്ജിങ് ഉണ്ടാവും, ബോഡി ഗ്രാഫിക്സ് വരും. എഞ്ചിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, 2 മോഡലിലും സെയിം ടു സെയിം എഞ്ചിനാണ്. ബാക്ക് സൈഡ് സസ്പെൻഷനും 5 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സെയിം ടു സെയിം സസ്പെൻഷനാണ് 2 മോഡലും വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല, പെർഫോമൻസ് കാര്യങ്ങളൊക്കെ 2 മോഡലും സെയിം ആയിരിക്കും. പക്ഷേ ആ സമയം സ്മാർട്ട് കണക്റ്റിൽ വരുമ്പോൾ കണ്ട സീറ്റ് മാറുന്നുണ്ട്, കോഫി ബ്രൗൺ തന്നെയാണ്, പക്ഷേ അതിൻ്റെ പാറ്റേൺ മാറി, അപ്പോൾസറി സ്റ്റിച്ചിങ് മാറി, ഗ്രാബ് റെയിൽ മാറി. ഗ്രാബ് റെയിൽ നോർമൽ ഗ്രാബ് റെയിലായിരിക്കും ഈ വാഹനത്തിന് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം, ഫുഡ് റെസ്റ്റൊക്കെ സെയിം തന്നെയാണ്. പിന്നെ മറ്റൊരു ഫെസിലിറ്റി 2 വാഹനങ്ങൾക്കും വരുന്നുണ്ട്, അതായത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി വരും. സൈഡ് സ്റ്റാൻഡ് ഓണായാൽ വണ്ടി സ്റ്റാർട്ടാവില്ല, സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ 2 മോഡലും വരും. എൻജിൻ ഇതിനും അതിനും എല്ലാം സെയിം തന്നെയാണ്. ഞാനിതിൻ്റെ സസ്പെൻഷനും കൂടി ഒന്ന് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യക്തമാവും. ബാക്ക് സൈഡ് ടെയിൽ ലൈറ്റ് സെയിം തന്നെയാണ്, അതായത് ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് വരും. ഈ സെയിം ടെയിൽ ലൈറ്റ്, ഈ റെഡ് കളറുള്ള സ്ക്വയർ ടൈപ്പ് ടെയിൽ ലൈറ്റ് തന്നെയാണ് മറ്റു വാഹനത്തിനും വരുന്നത്. അതാണ് നോക്കിക്കോട്ടെ. ഇതിപ്പോൾ ക്ലാസിക്കാണ് കാണുന്നത്. ഇതിൻ്റെയും ടെയിൽ ലൈറ്റ് സെയിം ടു സെയിം ആണ്. ഫ്യൂൽ ഫില്ലിങ്ങും 2 മോഡലും എക്സ്റ്റേണൽ തന്നെയാണ്. നമുക്ക് ഈ അത് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫ്യൂൽ ടാപ്പ് ഓപ്പണായി വരും. നമുക്ക് പുറത്തുനിന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാവുന്നതാണ്. സെയിം ടു സെയിം ആണ്. ഈ ബോഡി ഗ്രാഫിക്സ് അഡീഷണൽ ആയിട്ട് ക്ലാസിക്കിന് വരുന്നുള്ളൂ. CVTi BS6 ബാഡ്ജിങ് ഉള്ള സെയിം ടു സെയിം സൈലൻസർ ഷീൽഡും ആണ് 2 വാഹനത്തിനും വരുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ച പോലെ ജൂപ്പിറ്റർ ക്ലാസിക് എന്നുള്ള മോഡലിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് 1,10,000 രൂപയും ജൂപ്പിറ്റർ സ്മാർട്ട് കണക്റ്റ് ZXൻ്റെ വില വരുന്നത് 1,12,000 രൂപയാണ്. അപ്പോൾ ഏകദേശം 5,000 രൂപയാണ് 2 മോഡലും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി റിച്ച് ലുക്കുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് സീറ്റ് വരുന്ന ബാക്ക് സപ്പോർട്ടുള്ള സീറ്റ് വരുന്ന വാഹനമാണ് വേണ്ടതെങ്കിൽ നമുക്ക് ക്ലാസിക്കിലേക്ക് പോകാം. അല്ലാതെ കുറച്ചുകൂടി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഡിജിറ്റൽ മീറ്റർ വരുന്ന, അതുപോലെ തന്നെ മൊബൈലൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഫുൾ നോട്ടിഫിക്കേഷൻ ഫുള്ളി അപ്ഡേറ്റഡ് ആയിരിക്കുന്ന ടൈപ്പുള്ളൊരു സ്റ്റൈലിഷ് വാഹനമാണെങ്കിൽ സ്മാർട്ട് കണക്റ്റിലേക്ക് പോകാം. ചോയ്സ് നിങ്ങളുടേതാണ്.